നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാലിയോബോട്ടണിയുടെ കുറച്ച് MCQs ആണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മുടെ പാലിയോബോട്ടണി സിലബസിൽ ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട്? 3 ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ജിയോളജിക്കൽ, ടൈം സ്കെയിൽ ആൻഡ് എവല്യൂഷൻ ഓഫ് പ്ലാന്റ് ഗ്രൂപ്പ്സ്, ദെൻ ടൈപ്സ് ഓഫ് ഫോസിലൈസേഷൻ, അടുത്തത് ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ്. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നുള്ള മാക്സിമം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദി ഏജ് ഓഫ് ഫേൺസ്. ഏജ് ഓഫ് ഫേൺസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഡിവോണിയൻ ആണോ, കാർബോണിയൻ ആണോ, പെർമിയൻ ആണോ, ജുറാസിക് ആണോ? ഏജ് ഓഫ് ഫേൺസ്. ഏജ് ഓഫ് ഫേൺസ് എന്നുള്ളത് കാർബോണിഫറസ് ആണ്. അടുത്തത്, ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് വസ്കുലർ പ്ലാന്റ്സ് ഒക്കേർഡ് ഡ്യൂറിങ്. ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് വസ്കുലർ പ്ലാന്റ്സ് ഒക്കേർഡ് ഡ്യൂറിങ് ഏതാണ്? ഓപ്ഷൻ സി, സിലൂറിയൻ. സിലൂറിയൻ പീരീഡിലാണ് ആദ്യമായിട്ട് വസ്കുലർ പ്ലാന്റ്സിനെ കാണുന്നത്. അടുത്തത്, ഡൊമിനന്റ് പ്ലാന്റ്സ് ഇൻ മീസോസോയിക് ഇറ. മീസോസോയിക് ഇറയിൽ ഡൊമിനന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതായിരുന്നു? അത് ഓപ്ഷൻ സി, ജിംനോസ്പേംസ് ആയിരുന്നു. ഓക്കെ, ഡൊമിനന്റ് പ്ലാന്റ്സ് ഇൻ മീസോസോയിക് ഇറ ഈസ് ജിംനോസ്പേംസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻജിയോസ്പേംസ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ. ആൻജിയോസ്പേംസ് ആദ്യം ഏത് പീരീഡിലാണ് ഉണ്ടായിരുന്നത്? ക്രെറ്റേഷ്യസ് പീരീഡിലായിരുന്നു. ഓപ്ഷൻ സി, ക്രെറ്റേഷ്യസ് പീരീഡ്. കോൾ ഫോർമേഷൻ മെയിൻലി ഒക്കേർഡ് ഡ്യൂറിങ്. Coal formation mainly occurred during Carboniferous. Okay, coal formation mainly occurred during Carboniferous. Next question, the earliest land plants were. ആരായിരുന്നു earliest land plants? Algae ആണോ, Bryophytes ആണോ, Pteridophytes ആണോ, Gymnosperms ആണോ? ഓപ്ഷൻ ബി, Bryophytes ആണ് the earliest land plants എന്ന് പറയുന്നത്. അടുത്തത് എവല്യൂഷന്റെ ഭാഗത്ത് വരുന്നതാണ്. Which plant group is called amphibians of plant kingdom? എല്ലാവർക്കും അറിയാം അല്ലെ, ഏതാണ്? Bryophytes ആണ്. അടുത്തത്, ഫസ്റ്റ് ട്രൂ വസ്കുലർ പ്ലാന്റ്സ് ബിലോങ് ടു. ഈസി ക്വസ്റ്റ്യൻ, ഏതാ? ഓപ്ഷൻ ബി, ടെറിഡോഫൈറ്റ്. ഹെറ്ററോസ്പോറി ഇസ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ. അഗെയിൻ ഈസി ആണ് അല്ലേ, ഏതാ? ഓപ്ഷൻ ബി, ടെറിഡോഫൈറ്റ്സ്. അടുത്തത്, സീഡ് ഹാബിറ്റ്സ്. സീഡ് ഹാബിറ്റ് ഇവോൾവ് ഇൻ. ഏതിലാണ് സീഡ് ഹാബിറ്റ് ഇവോൾവ് ചെയ്തത്? ജിംനോസ്പേംസിലാണ്. നെക്സ്റ്റ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. ഏതാണ്? ആൻജിയോസ്പേംസ് അല്ലേ, അറിയാവുന്ന കാര്യമാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻജിയോസ്പേംസ്. അടുത്തത്, ഡൊമിനന്റ് ഫേസ് ഇൻ റയോഫൈറ്റ്സ്. ഈസി ക്വസ്റ്റ്യൻ, ഏതാണ്? ഗാമറ്റോഫൈറ്റ് ആണ് അല്ലേ. ഡൊമിനന്റ് ഫേസ് ഇൻ റയോഫൈറ്റ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റ് ആണ്. നെക്സ്റ്റ്, ഡൊമിനന്റ് ഫേസ് ഇൻ ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സിലുള്ള ഡൊമിനന്റ് ഫേസ് ഏതാ? സാപ്രോഫൈറ്റ് ആണ്. ഓപ്ഷൻ ഡി. അടുത്തത് നമുക്ക് മറ്റേ ഫോസിൽ പ്ലാന്റ്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന പോർഷനിലുള്ളതാണ്. റൈനിയ ഈസ് എ ഫോസിൽ പ്ലാന്റ് ഫ്രം. ഏത് പീരീഡിലായിരുന്നു? ഓപ്ഷൻ സി, ഡിവോണിയൻ. റൈനിയ ഈസ് എ ഫോസിൽ പ്ലാന്റ് ഫ്രം ഡിവോണിയൻ. നെക്സ്റ്റ്, ഗ്ലോസോപ്റ്റെറിസ് ഫ്ലോറ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഗ്ലോസോപ്റ്റെറിസ് ഫ്ലോറ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗോണ്ട്വാന ഐലാൻഡ്. അസോസിയേറ്റഡ് വിത്ത് ഗോണ്ട്വാന ഐലാൻഡ്. ഓൾഡസ്റ്റ് ഫോസിൽസ് ഓഫ് ആൽഗെ ഈസ് ബിലോങ് ടു Precambrian. Oldest fossils of algae is belong to Precambrian. Cycads resembles which plant group? Cycads resembles, ഇതിൽ ഏതിനാണ് റിസംബിൾ ചെയ്തിരിക്കുന്നത്? ഫേൺസിനെയാണ്. ഓക്കെ, which era is called age of reptiles? Age of reptiles ഏതാണ്? അത് മീസോസോയിക് ആണ്. മീസോസോയിക് എറയാണ് ഏജ് ഓഫ് reptiles. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഫോസിലൈസേഷൻ എന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. പ്രിസർവേഷൻ ഓഫ് പ്ലാന്റ് പാർട്സ് ഇൻ സിലിക്ക, calcite, etc. is called as petrifaction. Petrifaction. Okay, preservation of plant parts in silica, calcite, etc. is called as petrifaction. Thin carbon film left after decay of plant materials. Thin carbon film left after decay of plant materials is known as compression. Fossil showing only external morphology without organic matter. Fossil showing only external morphology without organic matter. ഏതാണ്? impression ആണ് ആൻസർ. അടുത്തത്, replacement of organic matter by minerals. Replacement of organic matter by minerals is called as petrifaction. Fossils preserved in ice, amber or resin are example of. എന്തിന് എക്സാമ്പിൾ ആണ്? പ്രിസർവേഷൻ എക്സാമ്പിൾ ആണ്. അടുത്തത്, എ ഹോളോ കാവിറ്റി ഫോംഡ് ആഫ്റ്റർ ഡീകേ ഓഫ് പ്ലാന്റ് പാർട്സ്. A hollow cavity formed after the decay of plant part is called as mold.
നമ്മൾ മോൾഡ് എന്ന് പറയുന്നു. When the mold get filled with the minerals, it forms cast. Okay, so our hollow cavity formed after decay of plant is known as mold, and when this mold is get filled with minerals, it is known as cast. Next, coal balls are examples of Indian example ആണ് petrifaction example ആണ്. Coal balls are examples of petrifaction. Best type of fossilization to study internal structure is petrifaction. Best type of fossilization to study internal structure ഏതാണ്? petrifaction ആണ്. Next, carbonization mainly preserves. Carbonization mainly preserve carbon residue of plants. Plantsലെ carbon residue ആണ് carbonization വഴി preserve ചെയ്യുന്നത്. അടുത്തത്, which fossil type retain cellular details? Cellular details retain ചെയ്യുന്ന fossil type ഏതാണ്? petrifaction. അടുത്തത്, flattened fossils with organic matter ഏതായിരിക്കും? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, compression. അടുത്തത്, fossil without carbon content. കാർബൺ കണ്ടന്റ് ഇല്ലാത്ത ഫോസിലാണ് impression. അടുത്തത്, എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ പ്രിസർവേഷൻ. എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ പ്രിസർവേഷൻ ആണ് ആംബർ. പെർ മിനറലൈസേഷൻ ഈസ് ആൻ അനദർ നെയിം ഫോർ, അറിയാലേ ഏതാണ്? പെട്രിഫാക്ഷൻ ആണ്. പെർ മിനറലൈസേഷൻ ഈസ് ആൻ അനദർ നെയിം ഫോർ പെട്രിഫാക്ഷൻ. ഓക്കെ, അടുത്തത്, റൈനിയ ഈസ് കൺസിഡേർഡ് ആസ്. റൈനിയ ഈസ് കൺസിഡേർഡ് ആസ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഫോസിൽ ജിംനോസ്പേം ആണോ? ഫോസിൽ ബ്രയോഫൈറ്റ് ആണോ? പ്രിമിറ്റീവ് വസ്കുലാർ പ്ലാന്റ് ആണോ? ആൽഗ ആണോ? ഏതാ ആൻസർ? പ്രിമിറ്റീവ് വസ്കുലാർ പ്ലാന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈനിയ ബിലോങ്സ് ടു, നമ്മൾ പറഞ്ഞതാ ഏതാണ്? ഡിവോണിയൻ ആണ്. റൈനിയ ബിലോങ്സ് ടു ഡിവോണിയൻ. ദി ഏർലിയസ്റ്റ് വസ്കുലാർ പ്ലാന്റ്സ് ആർ ഗ്രൂപ്ഡ് അണ്ടർ. ഏർലിയസ്റ്റ് വസ്കുലാർ പ്ലാന്റ്സ് ആർ ഗ്രൂപ്ഡ് അണ്ടർ ഏതിലായിരിക്കും? സിലോപ്സിഡ. ഓപ്ഷൻ ബി, സിലോപ്സിഡ. Next question, lepidodendron is associated with. Lepidodendron is associated with coal forest ആണ്. Okay, coal forest. Next question, calamitous is related to. Calamitous is related to horsetail. അടുത്ത ചോദ്യം, lepidodendron is belong to. Lepidodendron is belong to ഏതിലായിരിക്കും? ലൈക്കോപ്സിഡയിലാണ് lepidodendron വരുന്നത്. അടുത്തത്, കോൾ മെഷർ ഫ്ലോറ മെയിൻലി ഇൻക്ലൂഡ്. ടെറിഡോഫൈറ്റ്സ്. അടുത്തത്, സൈക്കഡോഫിലിക്കൽസ് ആർ ഓൾസോ കോൾഡ് ആസ് ഓപ്ഷൻ ബി, സീഡ് ഫേൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോസോപ്റ്റെറിസ് ഫ്ലോറ is a characteristics of Gondwana Island. Glossopteris is important evidence for എന്തെന്നുള്ളതാണ്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആണ്. നോട്ട് ചെയ്യണേ. Glossopteris is important evidence for continental drift. Benetites show similarity with bryophytes ആണോ? angiosperms ആണോ? algae ആണോ? fungi ആണോ? Benetites show similarity with angiosperms. Next question, Cycas resembles which group morphologically? Cycas resembles which group morphologically? ഏതാണ്? ഓപ്ഷൻ ബി, ഫേൺസ്. അടുത്തത്, conifers become dominant during Mesozoic era. Okay, conifers become dominant during Mesozoic era. First seed plants evolved from. ഏതായിരിക്കും? അറിയാലോ ഏതാണ്? ടെറിഡോഫൈറ്റ്സ് ആണ്. അടുത്തത്, which is not a fossil pteridophytes. അന്നൊരിക്കലും നിന്നും ഫോസിൽ ടെറിഡോഫൈറ്റ് അല്ലാത്തതിനെ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റൈനിയ, ലെപ്പിഡോഡെൻഡ്രോൺ, കലാമിറ്റസ്, സൈക്കസ്. എളുപ്പമായിട്ടുള്ള ചോദ്യമാണ് അല്ലേ? ഓപ്ഷൻ ഡി, സൈക്കസ് ആണ് ഉത്തരം. അടുത്തത്, സീഡ് ഫേൺസ് ലിങ്ക് ബിറ്റ്വീൻ ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. ബ്രയോഫൈറ്റ്സ് ആൻഡ് ആൽഗെ, ഫഞ്ചി. സീഡ് ഫേൺസ് റെപ്രസെന്റ്സ് ലിങ്ക് ബിറ്റ്വീൻ. ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ് ആണ്. ഓക്കെ, ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ്. അടുത്ത ചോദ്യം, ഗ്ലോസോടെറിസ് ഫ്ലോറ ഇൻഡിക്കേറ്റ്സ്
എന്താണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആണ്. അടുത്തത് ഗ്ലോസോപ്റ്റെറിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഏതാണ്, ഗോണ്ട്വാനയാണ്. അടുത്തത് ബെനിറ്റൈറ്റൽസ് റിസംബിൾസ്, ഏതാണ്, ആൻജിയോസ്പേംസ്. ബെനിറ്റൈറ്റൽസ് റിസംബിൾസ് ആൻജിയോസ്പേംസ്. ഇനി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഏജ് ഓഫ് ഫേൺസ്, ഏജ് ഓഫ് ഫേൺസ് എന്നറിയപ്പെടുന്നത് കാർബോണിഫെറസ്. ഏജ് ഓഫ് ജിംനോസ്പേംസ്, ഏജ് ഓഫ് ജിംനോസ്പേംസ് എന്നറിയപ്പെടുന്നത് മീസോസോയിക് ആണ്. അടുത്തത് ആൻജിയോസ്പേംസ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ, ആൻജിയോസ്പേം ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ക്രെട്ടേഷ്യസ്. ഓപ്ഷൻ സി ക്രെട്ടേഷ്യസ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ ഫോസിൽ ജിംനോസ്പേം. ഫോസിൽ ജിംനോസ്പേം അല്ലാത്തത് ഈ കൊടുത്തിരിക്കുന്ന ഏതാണ്, റൈനിയ, റൈനിയാണ്. അടുത്തത് ഫസ്റ്റ് സീഡ് പ്ലാന്റ്സ് ഇവോൾവ്ഡ് ഫ്രം, ഫസ്റ്റ് സീഡ് പ്ലാന്റ്സ് ഇവോൾവ്ഡ് ഫ്രം, ഓപ്ഷൻ ബി ടെറിഡോഫൈറ്റ്സ്. വിച്ച് ഫോസിൽ ഷോസ് ബോത്ത് ഫേൺ ആൻഡ് സീഡ് ക്യാരക്ടേഴ്സ്, വിച്ച് ഫോസിൽ ഷോസ് ബോത്ത് ഫേൺ ആൻഡ് സീഡ് ക്യാരക്ടർ, ഏതാണ്, റൈനിയ ആണോ, സൈക്കഡോഫിലിക്കേറ്റ്സ് ആണോ, ലെപ്പിഡോഡെൻഡ്രോൺ ആണോ, കലാമിറ്റസ് ആണോ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സൈക്കഡോഫിലിക്കൽസ്. അടുത്തത് മോൾഡ് ഡിഫർ ഫ്രം കാസ്റ്റ് ഇൻ ദാറ്റ്, എന്താണ് അവരുടെ ഡിഫറൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓപ്ഷൻ ബി മോൾഡ് ഈസ് എ കാവിറ്റി. ഓക്കെ, മോൾഡ് എന്താണ്, മോൾഡ് കാവിറ്റി ആണ്. ഓക്കെ, അടുത്തത് പ്രിസർവേഷൻ ഇൻ ആംബർ ഈസ്, അറിയാം എന്താണ്, അൺഅൾട്ടേർഡ് ഫോസിലാണ്, അൺഅൾട്ടേർഡ് ഫോസിലാണ്. അടുത്തത് ഫോസിൽ എവിഡൻസ് ഫോർ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, ഡിസ്കസ് ചെയ്തതാണ്, ഏതാ, ഗ്ലോസോപ്റ്റെറിസ്. അടുത്തത് ഫസ്റ്റ് വസ്കുലർ ലാൻഡ് പ്ലാന്റ്സ് അപ്പിയർഡ് ഇൻ, ഏതായിരുന്നു, ഓപ്ഷൻ ബി സിലൂറിയൻ. ഡൊമിനന്റ് പ്ലാന്റ് ഇൻ കാർബോണിഫെറസ്, കാർബോണിഫെറസിലെ ഡൊമിനന്റ് പ്ലാന്റ് ഏതായിരുന്നു, അറിയാലേ, ഏതാ, ടെറിഡോഫൈറ്റ്. അടുത്തത് ഫോസിൽ പ്ലാന്റ്സ് ഹെൽപ്സ് ഇൻ, എന്തിനാ സഹായിക്കുന്നത്, ഇൻ സ്ട്രാറ്റിഗ്രഫി. ഓക്കെ, ഏതിലാണ് ഹെൽപ്പ് ചെയ്യുക, സോറി, എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, സ്ട്രാറ്റിഗ്രഫി. നെക്സ്റ്റ് സ്റ്റഡി ഓഫ് ഫോസിൽ പ്ലാന്റ്സ് ആൻഡ് പാസ്റ്റ് വെജിറ്റേഷൻ ഇസ് കോൾഡ് ആസ് പാലിയോബോട്ടണി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പാലിയോബോട്ടണി എന്ന് പറയുന്ന പോർഷനിലുള്ള ചോദ്യങ്ങൾ. നമുക്ക് ഇതിപ്പം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിനി ബാക്കിയുള്ള സിലബസ് മൊത്തം കവർ ചെയ്തതിന് ശേഷം ബാക്കി പെൻഡിങ് ആയിട്ട് ഏതെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മാരത്തോൺ പോലെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻസ് ആയിട്ട് പറയണം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ഇനിയിപ്പോൾ നമുക്ക് ഒരു 24 ദിവസം ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ HSST എക്സാമിന്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ നിൽക്കരുത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും PG UG PG ക്വാളിഫൈഡ് ആണ്, അതുപോലെ സെറ്റ് ക്വാളിഫൈഡ് ആണ്. ഓക്കെ, B.Ed സെറ്റ് ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിതെല്ലാം അറിയാം. ഇതൊക്കെ നമ്മൾ ഒരു തവണയെങ്കിലും നമുക്ക് കേട്ട് പോയിട്ടുള്ളതായിരിക്കാം. കുറേ പേര് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, കുറേ പേര് ഇപ്പോഴും വർക്ക് ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മളെല്ലാവരും ഇതെല്ലാം കേട്ടിട്ടുള്ളതാണ്, പരിചയമുള്ള വാക്കുകളാണ്. അപ്പോൾ ഒന്നും അറിയാത്തതായിട്ടില്ല, ഒന്നും പുതിയതായിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് പൊടിതട്ടി എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഷുവറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പ്രൊവൈഡ് ചെയ്യും. ഒരു ദിവസം ഒരു 2-3 ക്ലാസ്സുകൾ നോക്കട്ടെ. ഒരു 2 ക്ലാസ് നമുക്ക് നോക്കാം. ഒന്ന് രാവിലെ, ഒന്ന് വൈകുന്നേരമായിട്ട് നമുക്ക് ഒരു ദിവസം 2 ക്ലാസ് ചെയ്യാം. 2 ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് കേട്ടോ. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഓരോ സബ്ജക്റ്റ് അനുസരിച്ചിട്ട്. അതുകൂടാതെ പ്രീവിയസ് ഇയർ നമുക്കൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.